ഓം ശാന്തി. ഇന്ന് അവ്യക്ത മുരളിയുടെ ചർച്ചയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ തീയതി 10/5/2026, റിവൈസ് തീയതി 30/1/2010. അതെ, ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് അനുഭവത്തിന്റെ അധികാരവും യോഗി ജീവിതവും എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിലെ ഓരോ പോയിന്റും ബാബ്ദാദ നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബാബ്ദാദ പറയുന്നു എന്ന് പ്രത്യേകം മനസ്സിൽ വെക്കണം. തീർച്ചയായും. വെറുതെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതിനപ്പുറം അതെങ്ങനെ സ്വന്തം അനുഭവമാക്കി മാറ്റാമെന്നതാണ് ഇന്നത്തെ നമ്മുടെ ദൗത്യം. അല്ലേ? അവിടെയാണ് ഈ അനുഭവത്തിന്റെ അധികാരം എന്ന വാക്ക് തന്നെ വരുന്നത്. ഇപ്പൊ നോക്കൂ, ബ്രാഹ്മണ ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളിൽ വളരെ പ്രത്യേകതയുള്ളവരാണ് നിങ്ങൾ എന്നാണ് ബാബ്ദാദ പറയുന്നത്. ഓ, നമ്മൾ വളരെ സ്പെഷ്യലാണെന്ന്. അതെ, അതിനൊരു കാരണമുണ്ട്. യോഗമെന്നത് ദിവസം വെറും 2-4 മണിക്കൂർ മാത്രം ചെയ്യേണ്ട ഒന്നല്ല. അതൊരു ശാശ്വതമായ യോഗി ജീവിതമായിരിക്കണം. കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും ഒരു കർമ്മയോഗിയായിരിക്കുക എന്നാണ് ബാബ്ദാദ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ? അതായത് ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് 1-2 മണിക്കൂർ വളരെ ശ്രദ്ധിച്ച് ശ്വാസമെടുത്തിട്ട് പിന്നെ ബാക്കി ദിവസം മുഴുവൻ അത് മറക്കാറുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. ശ്വസിക്കുക എന്നത് നമ്മുടെ പ്രകൃതമാണ്. അതെപ്പോഴും നടക്കും. പക്ഷേ നമ്മൾ യോഗത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്നത് ഈ 2 മണിക്കൂർ ശ്വാസമെടുക്കൽ പോലെയല്ലേ? രാവിലെ കുറച്ചുനേരം ധ്യാനിക്കുന്നു, പിന്നെ പകൽ മുഴുവൻ അതെല്ലാം മറക്കുന്നു. വളരെ കൃത്യമായ ഒരു ഉദാഹരണമാണത്. കർമ്മങ്ങൾ ചെയ്യുമ്പോഴും യോഗിയാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെയാണ് ആത്മീയതയുടെ യഥാർത്ഥ ശാസ്ത്രം കിടക്കുന്നത്. ബാബ്ദാദ ഓരോ കുട്ടിയെയും കാണുന്നത് വളരെ ഉയർന്ന ഒരു തലത്തിലാണ്. അതായത് ഓരോരുത്തരെയും സ്വമാനധാരിയും സ്വരാജ്യാധികാരിയുമാണ് ബാബ്ദാദ കാണുന്നത്. സ്വരാജ്യാധികാരി, അതായത് സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ ഭരണമുള്ളവൻ. അതെ. ഇപ്പോ എവിടെയാണോ ഈ സ്വാമാനമുള്ളത് അവിടെ ദേഹബോധത്തിന് നിലനിൽപ്പില്ല എന്ന വലിയൊരു തിരിച്ചറിവാണ് ബാബ്ദാദ നമുക്ക് തരുന്നത്. ഓ, ദേഹബോധമില്ലെങ്കിൽ പിന്നെ അവിടെ പ്രശ്നങ്ങളില്ലല്ലോ. ശരിയാണ്. പക്ഷേ ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ഒരു കാര്യം തീരെ ഇഷ്ടമല്ല. എന്താണത്? ബാബ്ദാദയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം? അതായത് ഈ സ്വാമാനത്തിലിരിക്കാൻ വലിയ പ്രയത്നം ആവശ്യമാണ് എന്ന് കുട്ടികൾ പറയുന്നത് ബാബ്ദാദയ്ക്കിഷ്ടമല്ല. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. ശ്രമിക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ബാബ്ദാദ ഈ പ്രയത്നത്തെ, അതായത് പുരുഷാർത്ഥം ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടാത്തത്? എന്താ പറയാ, സ്നേഹമുള്ളിടത്ത് പ്രയത്നമില്ല, പ്രയത്നമുള്ളിടത്ത് സ്നേഹത്തിന്റെ കുറവുണ്ട് എന്നതാണ് ബാബ്ദാദയുടെ നിയമം. ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓ, അതായത് പ്രയത്നിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും അതിനെ പൂർണ്ണമായി സ്നേഹിച്ചിട്ടില്ല എന്നാണോ? തീർച്ചയായും. ബാബ്ദാദ വളരെ ലളിതമായ 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ടിതിന്. ഒന്നാമത്തേത്, ഇപ്പോ ഒരു മുറിയിൽ ഇരുട്ടുണ്ടെന്ന് കരുതുക. അത് മാറ്റാൻ നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയാണോ വേണ്ടത്? അല്ല, അവിടെ ഇരുട്ടിനെ അടിച്ചുമാറ്റാൻ കഴിയില്ലല്ലോ. അതെ, നമ്മൾ വെറുമൊരു ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് വേണ്ടത്. ആ സ്വിച്ച് ഓൺ ആയാൽ ഇരുട്ട് താനെ മാറും. അതുപോലെയാണ് ഈ സ്വമാനത്തിന്റെ സ്വിച്ച് ഓൺ ആയാൽ ദേഹാഭിമാനം എന്ന ഇരുട്ട് താനെ ഇല്ലാതാകും. അതിനായി യുദ്ധം ചെയ്യേണ്ടതില്ല. വാവ്, അത് വലിയൊരു തിരിച്ചറിവാണ്. നമ്മൾ വെറുതെ ഇരുട്ടിനോട് യുദ്ധം ചെയ്യുകയായിരുന്നു ഇത്രയും കാലം. രണ്ടാമത്തെ ഉദാഹരണം ഇതിലും രസകരമാണ്. പഞ്ചസാര മധുരമാണെന്ന് അനുഭവിച്ചറിഞ്ഞൊരാളെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ശരി. ആ ഒരാളോട് ലോകത്തുള്ള 1000 പേർ വന്ന് പഞ്ചസാരയ്ക്ക് കയ്പാണെന്ന് പറഞ്ഞാലും അയാൾ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. കാരണം അയാളത് സ്വന്തമായി രുചിച്ചതാണ്. അതെ, ഈയൊരു കാര്യത്തെയാണ് അനുഭവത്തിന്റെ അധികാരം എന്ന് ബാബ്ദാദ വിളിക്കുന്നത്. ഈ അധികാരമുണ്ടെങ്കിൽ പിന്നെ ആർക്കും നമ്മളെ മാറ്റാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ മുകളിലാണ് ആ ഒരവസ്ഥ. അത് ശരിയാ. നമ്മൾ വെറുതെ ചിന്തിക്കുന്നതിനേക്കാൾ അത് നമ്മുടെ കോശങ്ങളിൽ പോലും അനുഭവമായി മാറണം. ഇപ്പോ മുരളിയിലെ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ബാബ്ദാദ സമയത്തെക്കുറിച്ചൊരു വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതെ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണത്. പ്രകൃതിയുടെ കളികൾ വളരെ പെട്ടെന്നാണ് നടക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോ ഭൂകമ്പം പോലെയുള്ളവ. ലക്ഷക്കണക്കിന് ആളുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് മരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. സത്യമാണ്. അതുകൊണ്ട് ഞാനിത് കേൾക്കുന്ന നിങ്ങളോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. പെട്ടെന്നൊരു വലിയ പ്രതിസന്ധി വന്നാൽ നിങ്ങൾ സദാ തയ്യാറാണോ? അതോ ഞാൻ ഇപ്പോഴും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ പറയുമോ?
അതെ, അതൊരു വലിയ ചോദ്യമാണ്. കാരണം സമയം ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് നമ്മൾ വരദാനങ്ങളുടെയോ സൊമാനത്തിന്റെയോ സ്വരൂപമായി മാറാൻ കഴിയണം. അതെ, ആ സമയത്ത് പോയി ധ്യാനിക്കാമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. തീർച്ചയായുമില്ല. ദീർഘകാലത്തെ പരിശീലനം മാത്രമേ ആ സമയത്ത് നമ്മളെ സഹായിക്കൂ എന്ന് ബാബ്ദാദ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ജ്ഞാനം വെറുതെ കേൾക്കുന്നവരല്ല, ജ്ഞാനസ്വരൂപമായി മാറുന്നവരാണ് യഥാർത്ഥത്തിൽ എപ്പോഴും തയ്യാറായിരിക്കുന്നത്. ഒരു എവർ റെഡി അവസ്ഥ, അത് വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ബന്ധങ്ങളിലെ സേവനത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതിനൊരു പ്രാധാന്യമുണ്ട്. തീർച്ചയായും സമ്പർക്കത്തിൽ വരുന്നവരോടുള്ള നമ്മുടെ സമീപനം എപ്പോഴും ശ്രദ്ധിക്കണം. അതെ, ഞാനത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സഹോദരനോ സഹോദരിയോ എന്തെങ്കിലും കാര്യത്തിൽ ദുർബലരാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവരിങ്ങനെയാണ്, മാറാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? ബാബ്ദാദ പറയുന്നു, ഈ ചിന്ത ഒരിക്കലും ശുഭഭാവനയല്ല എന്ന്. മറിച്ച് അതൊരു സൂക്ഷ്മമായ വെറുപ്പാണ്. സൂക്ഷ്മമായ വെറുപ്പോ? അത് കേട്ടപ്പോൾ ശരിക്കും ഞാനൊന്ന് ഞെട്ടി. നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരെക്കുറിച്ച് നാം ഇങ്ങനെ വിധിയെഴുതുമ്പോൾ നമ്മൾ അവരെ വെറുക്കുകയാണല്ലേ? അതെ, അങ്ങനെ ഒഴിവാക്കുന്നത് ഒരുതരം വെറുപ്പാണ്. വീണുപോയവരെ കൈപിടിച്ചുയർത്തുക എന്നതാണ് സത്യമായ സേവനം. പ്രകൃതിയെപ്പോലും മാറ്റാൻ ഇറങ്ങിത്തിരിച്ച നമ്മൾ ഈ മനുഷ്യരുടെ ചെറിയ ചെറിയ സംസ്കാരങ്ങളെ കണ്ട് ഭയക്കാൻ പാടില്ല. അത് വളരെ ശരിയാണ്. നമ്മൾ അത്രയും വലിയൊരു കാര്യത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് ബാബ്ദാദ ബ്രഹ്മബാബയുടെ ഉദാഹരണമാണ് നൽകുന്നത്. ബാബയ്ക്ക് എത്ര വലിയ ഉത്തരവാദിത്തങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നോർത്തു നോക്കൂ. ഒരുപാട് വ്യത്യസ്തരായ ആളുകൾ ചുറ്റുമുണ്ടായിരുന്നു. എന്നിട്ടും ആർക്കും കർമ്മകണക്കുകൾ നൽകാതെ ബാബ അവ്യക്തമായി. അവിടെ ബാബ പഠിപ്പിച്ച 3 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണത്? നിരാകരി, നിരാഹങ്കരി, നിർവികാരി. അതായത് ശരീരബോധമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, വികാരങ്ങളില്ലാത്ത അവസ്ഥ. ഈ 3 അവസ്ഥകൾ പഠിപ്പിച്ചാണ് ബ്രഹ്മബാബ പോയത്. പരമാത്മാവിന്റെ ഈ വലിയ കുടുംബത്തിൽ മറ്റുള്ളവരുടെ സ്വഭാവം നോക്കി നമ്മുടെ സ്നേഹം നശിപ്പിക്കരുത്. അതെ, സ്വഭാവത്തിലെ കുറവുകൾ നോക്കി നമ്മൾ അവരെ മാറ്റി നിർത്താൻ പാടില്ല. നമ്മൾ നമ്മുടെ സ്വന്തം വിഘ്നങ്ങളിൽ നിന്ന് മുക്തമാകുമ്പോഴാണ് അനുഭവത്തിന്റെ അധികാരത്തിലൂടെ മറ്റുള്ളവരെയും മാറ്റാൻ കഴിയുക. കൃത്യമായി പറഞ്ഞു. ഇവിടെ ബാബ്ദാദ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ശാസ്ത്രലോകം ലോകത്തെ ഒന്നിപ്പിക്കുന്നതിനെക്കുറിച്ച്. ഭൗതികമായി മനുഷ്യരെ അടുപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളോ? നമ്മൾ നമ്മുടെ ശുഭഭാവനയിലൂടെ മനുഷ്യരുടെ ഹൃദയങ്ങളെ അടുപ്പിക്കണം, അല്ലേ? തീർച്ചയായും. അതാണ് ആത്മീയതയുടെ വിജയം. നമുക്ക് ഇതുവരെ ബാബ്ദാദ പറഞ്ഞ കാര്യങ്ങൾ വളരെ ലളിതമായി ഒന്നുകൂടി ചുരുക്കി പറയാം. അതെ, അതായിരിക്കും നല്ലത്. ആദ്യം നമ്മൾ കണ്ടത് യോഗി ജീവിതത്തെക്കുറിച്ചാണ്. യോഗമെന്നത് വെറുമൊരു സമയബന്ധിതമായ കാര്യമല്ല, അതൊരു നിരന്തരമായ അവസ്ഥയാണ്. പിന്നെ അനുഭവത്തിന്റെ അധികാരം പ്രയത്നമൊഴിവാക്കി സ്വമാനത്തിലിരിക്കുക. ഇരുട്ടുമാറ്റാൻ വെളിച്ചം കൊണ്ടുവരുന്നത് പോലെ. അതെ. പിന്നെ നമ്മൾ കേട്ടത് എവർ റെഡി ആയിരിക്കുന്നതിനെക്കുറിച്ചാണ്. എന്ത് സംഭവിച്ചാലും ജ്ഞാനസ്വരൂപമായി തയ്യാറായിരിക്കുക. ഒപ്പം സമ്പർക്കത്തിൽ വരുന്നവരോട് സൂക്ഷ്മമായ വെറുപ്പൊഴിവാക്കി യഥാർത്ഥ ശുഭഭാവന നിലനിർത്തുക. ഇനി നമ്മൾ മുരളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. വരദാനം, സ്ലോഗൻ, പിന്നെ അവ്യക്ത സൂചന. ഇപ്പോ ഇന്നത്തെ വരദാനം എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? ഇന്നത്തെ വരദാനം ഇതാണ്: ജ്ഞാനത്തിന്റെ പ്രകാശത്തിലൂടെ പുരുഷാർത്ഥത്തിന്റെ മാർഗം സഹജവും സ്പഷ്ടവുമാക്കുന്ന ഫരിഷ്താസ്വരൂപമായി ഭവിക്കട്ടെ. ഫരിഷ്താസ്വരൂപം, അതായത് ഒരു മാലാഖയെപ്പോലെ. അതെ, ഒരു ഫരിഷ്തയുടെ ജീവിതത്തിൽ എപ്പോഴും പ്രകാശവും ശക്തിയും ഉണ്ടായിരിക്കും. അതിനായി ബാബ്ദാദ പറയുന്നത് 2 പ്രത്യേക ശക്തികൾ വേണമെന്നാണ്. ഏതൊക്കെയാണത്? ഒന്ന് മനനശക്തി, രണ്ടാമത്തേത് സഹനശക്തി. കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവും സാഹചര്യങ്ങളെ ശാന്തമായി നേരിടാനുള്ള കഴിവും. ഇത് രണ്ടുമുണ്ടെങ്കിലേ ഫരിഷ്ടാകാൻ കഴിയൂ. വളരെ സ്പഷ്ടമായൊരു വരദാനമാണത്. ഇനി ഇന്നത്തെ സ്ലോഗൻ ഞാൻ പങ്കുവയ്ക്കാം. സ്ലോഗൻ ഇതാണ്: വ്യർത്ഥമായ സംസാരം നിരവധി പേരെ അസ്വസ്ഥരാക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ സംസാരിക്കാറുണ്ടല്ലോ. അതെ, അത് കേൾക്കുന്ന എല്ലാവരുടെയും സമാധാനം കളയും. അതെപ്പോഴും ഓർക്കേണ്ട ഒന്നാണ്. ഇനി അവ്യക്ത സൂചന കൂടി നോക്കാം. ഇന്നത്തെ അവ്യക്ത സൂചന ഇതാണ്: സദാ അചഞ്ചലവും ദൃഢവും ഏകരസവുമായ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. അചഞ്ചലമായ സ്ഥിതി. ബാബ്ദാദ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പ്രകൃതിയുടെ യജമാനനാണ് എന്നാണ്.
പ്രകൃതി ചിലപ്പോൾ വല്ലാതെ പ്രക്ഷുബ്ധമാകാം അല്ലെങ്കിൽ മനോഹരമാകാം. ഇതിലെന്ത് സംഭവിച്ചാലും ഒരു സാക്ഷിയായി അതിനെ കണ്ട് ആനന്ദിക്കാൻ നമുക്ക് കഴിയണം. വൈകാരികമായി തളർന്നു പോകരുത്. ഓ, ആ ഒരു സാക്ഷിസ്ഥിതി. ചുറ്റും എന്തു തന്നെ സംഭവിച്ചാലും ഉള്ളിൽ മാറ്റമില്ലാത്ത സമാധാനം. അത് വലിയൊരു അവസരം തന്നെയാണ്. നമ്മൾ ഇന്നത്തെ ഈ അന്വേഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ഈ കാര്യങ്ങളെല്ലാം വലിയൊരു മാറ്റത്തിന് കാരണമാകട്ടെ. തീർച്ചയായും. ഇപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഞാൻ വളരെ വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കാണ്. നിങ്ങളുടെ പേര് ആരെങ്കിലും വിളിച്ചാൽ ഒരു ശ്രമവുമില്ലാതെ നിങ്ങൾ തിരിഞ്ഞു നോക്കാറില്ലേ? ആ ഒരു ദേഹബോധം അത്രത്തോളം സ്വാഭാവികമാണ് നമ്മുടെ ഉള്ളിൽ. എന്നാൽ ഞാൻ സമാനമുള്ളൊരാത്മാവാണ് എന്ന ചിന്ത നിങ്ങളുടെ പേര് പോലെ അത്ര സ്വാഭാവികമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ, അതിന് കഴിയുമ്പോൾ, അതായത് ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ജീവിതം ഒരു പ്രയത്നവുമില്ലാത്ത സുന്ദരമായ അനുഭവമായി മാറും. തീർച്ചയായും. അപ്പോൾ ഇന്ന് ഈ വിശകലനം ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും വലിയ നന്ദി. എല്ലാവർക്കും നന്ദി. ഓം ശാന്തി.